വിഷ്ണുബുദ്ധയുടെ ലോജിക് മൈൻഡിൻ്റെ ബൈബിൾ ഖുർആൻ സമാനതകളുടെ 3-ാം പങ്ക്തിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഇതോടുകൂടി ബൈബിൾ ഖുർആൻ സമാനതകളുടെ ചർച്ച അവസാനിക്കുന്നതായിരിക്കും. അടുത്ത പങ്ക്തി ഹൈന്ദവ മതങ്ങളും അതിലെ മതഭേദങ്ങളുടെ ഉള്ളുകള്ളികളും ആവശ്യകതകളും ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിൻ്റെ ആധികാരികത, യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകം 34-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കയില്ല, അവയിലൊന്നും ഇണയില്ലാതിരിക്കയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ കൂട്ടി വരുത്തിയത്. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് പ്രവാചകവും അധികവും സ്ഥിരപ്പെട്ട് നമുക്കുണ്ട്. ഇത് പരിശുദ്ധാത്മാ പ്രേരിതത്താൽ മനുഷ്യൻ എഴുതപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് യഹോവയുടെ പുസ്തകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുസ്തകം, മതദൈവത്തിൻ്റെ പുസ്തകം എന്നതിൻ്റെ ഭാഷയിൽ പറയാം ആണെന്ന് അവർ സമർത്ഥിക്കുകയാണ്. ഇതിൽ എന്തിനീ മതഭേദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ചോദ്യം. ഞാൻ കഴിഞ്ഞ 2 പങ്ക്തികളിലായി അത് വിശദീകരിച്ചു. 3-ാമത്തെ പങ്ക്തിയോടുകൂടി ഇത് ഇവിടെ തീർക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. സ്ത്രീ എന്നത് പരിണാമത്തിൽ പുരുഷനോട് ഒപ്പം സമാനതകളോടുകൂടി തുല്യമായി വന്ന ഒരു ജീവിയാണ്. അവളെ സ്വാതന്ത്ര്യം കൊടുക്കാതെ ലൈംഗിക ചൂഷണം ചെയ്ത് അടിമയാക്കി വയ്ക്കുവാൻ പുരുഷനെ കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ അവൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് മതദൈവങ്ങൾ. ദൈവം എന്ന സങ്കല്പം മനുഷ്യൻ്റെ മനസ്സിലുണ്ടായി. ദൈവത്തെ വാസ്തവത്തിൽ മനുഷ്യന് സ്നേഹമാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യന് ദൈവത്തെ ഭയമാണ്. അങ്ങനെ ആ ഭയത്തിൽ സ്ത്രീയോട് പറയുന്നു, അല്ലെങ്കിൽ അതിലെഴുതിയ സംഹിതകളിൽ മതവേദങ്ങളിൽ പറയുന്നു, ബൈബിളിൽ പറയുന്നു, പലയിടത്തിലും നമ്മുടെ ലേവ്യ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു സ്ത്രീക്കുള്ള ആ ബലഹീനതകളെക്കുറിച്ച്. നീ എപ്പോൾ അശുദ്ധമാണ്, നിനക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, നീ എന്തെല്ലാം ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, നിന്റെ സ്വരം വെളിയിൽ വരാൻ പാടില്ല. അത് പഴയ നിയമം. പുതിയ നിയമത്തിലും കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു സ്ത്രീ സഭയിൽ മൗനമായിരിക്കട്ടെ, അവൾ വായ തുറക്കാൻ പാടില്ല, വായ തുറന്നാൽ ഇതിൻ്റെയൊക്കെ പണി തീരും. 2, അവളെ തലയിൽ തുണിയിടണം. ഏത് തലമറയ്ക്കുക എന്ന് പറയുമ്പം ലജ്ജയുള്ളവർക്ക് അപ്പം അവളെ വാസ്തവത്തിൽ ഒരു ലജ്ജാ വസ്തുവാക്കി ഒരു കഴിവില്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ മതഭേദങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയ അന്തരാർത്ഥം, അതിൻ്റെ ഉള്ളിലെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ അവളെ ലൈംഗിക അടിമയാക്കി. ജീവിതത്തിൽ ഏറ്റവും പരമോന്നതമായ സുഖം എന്ന് പറഞ്ഞാൽ ലൈംഗിക സുഖമാണ്. അതിനൊക്കെ വലിയൊരു സുഖം ജീവിതത്തിലില്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് 2.5 മിനിറ്റ് നേരത്തേക്ക് നിൽക്കുന്നതായ ആ ഭോഗസുഖം അത് വലുത്. അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ഫെറ്റീഷ്, അവൻ്റെ ഇമാജിനേഷൻ, ഇതൊക്കെ ഒത്തിരി വലുതാണ്. അതിന് ഇവിടെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഒരേ ഒരു പണി നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമത്വവും സ്വാതന്ത്ര്യവും മാനവീയതയും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇവൻ്റെ ഇംഗീതത്തിന് വിരുദ്ധമായി സംസാരിച്ചെന്നിരിക്കാം, പ്രവർത്തിച്ചെന്നിരിക്കാം. അതിന് അവളെ ഒതുക്കാൻ, അവളെ അമർച്ച ചെയ്യുവാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയതായ ഒരു പ്രത്യേകത, കാളയ്ക്ക് മൂക്കുകയർ കുത്തുന്നത് പോലെ സ്ത്രീക്ക് മൂക്കുകയർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മതഭേദം. വാർദ്ധക്യത്തിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദാവീദ് മരിക്കാൻ നേരത്തെ എന്തായിരുന്നു ചെയ്തത്? അയാൾ മരണക്കിടക്കെ കിടന്നപ്പോഴും അയാൾക്ക് കൊച്ച് പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെ കൊണ്ട് അയാളുടെ നെഞ്ചത്തോടെ കിടത്തി കൊടുത്തു. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? മതവിശ്വാസത്തിനൊരു പ്രശ്നമുണ്ട്. ഞാൻ അവരുടെ മതത്തെ വിമർശിച്ചപ്പോൾ വലിയ ഉണ്ടാകുന്ന അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല, ശ്രദ്ധിക്കണമെന്ന്. ഞാൻ പറയുന്നത് അല്ല എങ്കിൽ നിങ്ങൾ സമർത്ഥിക്കണം, നിങ്ങൾ പറയുന്നത് ന്യായമുണ്ട്. അങ്ങനെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കാൻ ഡയറക്റ്റ് സാധിക്കില്ല. കാരണം പുരുഷനും സ്ത്രീയും ഒരുപോലെ പരിണാമത്തിൽ ഉയർന്നു വന്നതാണ്. അവരതിനെ മതദൈവങ്ങളുടെ കൂട്ടുപിടിച്ച് മതവേദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പുറകിൽ നിർത്തിയിട്ട് പറഞ്ഞു, വിളമ്പുന്നത് നിനക്ക് ദൈവം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിനക്കിതൊന്നും ചെയ്യാൻ പാടില്ല, നിനക്കിതെല്ലാം നിഷിദ്ധമാണ്,
നീ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഇത്ര കഴിവുള്ള പുരുഷനാണെങ്കിൽ എന്തുകൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചുകൂടാ? നിനക്ക് എന്തുകൊണ്ട് വേറെ ആൾക്ക് ഈ ഒരു സ്ത്രീ കൊടുക്കുന്ന ലൈംഗിക സുഖം കൊടുത്തുകൂടാ? അപ്പോൾ മതവിശ്വാസികൾക്ക് കുരു പൊട്ടുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ചില ഭാഷകൾ അനിവാര്യമായി വരുമ്പോൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവളെ ഒതുക്കി നിർത്താൻ ഇവരെടുത്ത ഒരു വലിയ ഉപാധിയാണ് ബൈബിളിലെ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. സോളമന് എത്ര ഭാര്യമാരും എത്ര വെപ്പാട്ടികളാണ്. ഇതൊക്കെ എന്തിനാ? ഒരു ഭാര്യ ഒരു പുരുഷനൊരു ഭാര്യ പോലെ. ഇവരുടെ ബൈബിളിലെ സൃഷ്ടിയിൽ അത്ര കഴിവുള്ള ദൈവമായിരുന്നെങ്കിൽ, കഴിവുള്ള ദൈവത്തിന് ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആദത്തിനെ ഉണ്ടാക്കി കൊടുത്തില്ല, ഒരു അവ്വായ 3 അവ്വായ കൂടെ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നല്ലോ. എന്തി ഉണ്ടാക്കാൻ ഞങ്ങൾ? അപ്പോഴേ ഇതിൻ്റെ സംഭവം, ഇത് പിന്നീട് മനസ്സിൽ ഉരുത്തൊരിഞ്ഞു വന്ന സ്വപ്നങ്ങളിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സൃഷ്ടിച്ച ദൈവത്തിന് കയ്യും കാലും കൊമ്പും മൂക്കും ഒക്കെ വെച്ചിട്ട് പെണ്ണിനെ മൂക്കുകയറിയിട്ട് പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി കൊണ്ടുവന്നത് മാത്രമാണ് മതവേദന. ആ ഭയത്തിൻ്റെ പുറത്ത്, ആ ഭീഷണിയുടെ പുറത്ത് അവളുടെ തലച്ചോറിനെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒതുക്കി ചിന്താശക്തി നശിപ്പിച്ച് അവളെ അങ്ങനെ കൊണ്ടു. അപ്പോൾ ബൈബിളിൻ്റെ കാര്യം ഏതാണ്ട് നമുക്ക് ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് സമാധാനത്തിൻ്റെ മതം എന്ന് പറയുന്നത് ഖുർആനെക്കുറിച്ചാണ്. ഖുർആനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 2 പങ്കുകളിൽ സംസാരിച്ചു. ഇഷ്ടപ്പെടാത്തവർ കാണുമായിരിക്കാം, അത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ ഒരു കാര്യം വീണ്ടും പറയണം. 3 കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിന് വേണ്ടി നിലകൊള്ളും, യുക്തിക്ക് വേണ്ടി നിലകൊള്ളും, എനിക്ക് ആരെയും ഭയമില്ല. ഞാൻ പറയുന്നത് തെറ്റുണ്ട് എന്ന് കൃത്യമായി കാര്യകാരണ സഹിതം തുറന്ന് കാണിച്ചാൽ അംഗീകരിക്കേണ്ടതാണെങ്കിൽ മാത്രം ഞാൻ അംഗീകരിക്കും, ഇല്ലെങ്കിൽ അതും അംഗീകരിക്കില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന വലിയ പ്രശ്നമുണ്ട്. ഒരു വലിയ പ്രശ്നമാണ് ഈ പ്രവാചകൻ വന്നു പോയി കഴിഞ്ഞിട്ട് ഇസ്ലാം മതത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഷെയ്ഖുകൾ എന്ന് പറയുന്നത്. സാധാരണ കൂടുതൽ ആൾക്കാരും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 2-3 അടുത്ത ഇസ്ലാം മത വിമർശക ഗുരുക്കന്മാരോട് സംസാരിച്ചപ്പോഴും അത് വാസ്തവത്തിൽ വലിയൊരു തട്ടിപ്പാണ്. അവരെന്തോ ഒരു നേതൃസ്ഥാനം ഏറ്റെടുത്തിട്ട് അവരുടെ അടുത്തുള്ള അവരുടെ ഡിസൈപ്പിൾസ്, അവരുടെ ശിഷ്യഗണങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് പുണ്യം കിട്ടണോ? ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾക്ക് പുണ്യം കിട്ടണോ? നിങ്ങൾ എല്ലാം എൻ്റെ മുമ്പിൽ സമർപ്പിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുണ്യമല്ല ശാപമാണ് എന്ന് കിട്ടുന്നത്. പാവ മനുഷ്യൻ, ചിന്താശക്തിയുള്ള മനുഷ്യൻ്റെ ചിന്താശക്തിയെ മരവിപ്പിച്ച് മാറ്റിവെച്ച് അവരോട് പറയുന്നു നിനക്ക് പുണ്യം കിട്ടണം. അപ്പോൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവള് വിചാരിക്കുന്നത് എനിക്ക് പുണ്യം വേണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് സന്തോഷം വേണം. അപ്പോൾ എങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്കുള്ളതെല്ലാം പണമായാലും എന്ത് വസ്തുവായാലും നിങ്ങളുടെ ശരീരമായാൽ പോലും നിങ്ങൾ എനിക്ക് സമർപ്പിക്കണം എന്ന് മനുഷ്യൻ്റെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ കഴുകി വെടിപ്പാക്കുന്ന ഒരു വർഗമാണ് ഈ ഷെയ്ഖുകൾ. എനിക്കറിയാവുന്ന പല ഇൻസിഡൻറ്റുകളുണ്ട്. എനിക്കത് വ്യക്തിപരമായിട്ടിവിടെ സംസാരിക്കാൻ ഒക്കില്ല. അത് മറ്റ് പലരുടെയും ജീവിതത്തെ പോലും മാറ്റിമറിക്കും. ചിലരുടെ ജീവിതം അപകടത്തിൽ പോലും ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെന്താണ് പറയുന്നത്? ഇവർക്കും വേണ്ടത് ഈ ലൈംഗികസും. അതിന് ഈ പെണ്ണുങ്ങളെ വന്നേച്ചും നീ എൻ്റെ ശിഷ്യയാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിനക്ക് പുണ്യം വേണോ? ഞാൻ പറയുന്നത് ചെയ്യണം. നിനക്ക് നന്മ വേണോ? അല്ലെങ്കിൽ ഞാൻ ശപിക്കും. അപ്പോൾ ഇവർ പേടിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും തൻ്റെ ഇടമുള്ള ഒരമ്മയ്ക്ക് ഒരച്ഛനിൽ, അച്ഛൻ ആരാണെന്ന് അറിയാമെങ്കിൽ, ജനിച്ച ഒരു ഷെയ്ഖുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശപിക്കാൻ വാ. ഞാൻ അയാളുമായിട്ട് നേരിട്ട് സംസാരിക്കാം. അയാൾ എന്നെ ഒന്ന് ശപിക്കട്ടെ. എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല. കാരണം ഞാൻ മതവേദങ്ങളിലും മതദൈവങ്ങളിലും വിശ്വസിക്കാത്ത ഒരുത്തനായതുകൊണ്ട് എനിക്ക് ഇവൻ്റെ ഒന്നും കാര്യത്തിൽ ഒരു പേടിയുമില്ല. അതാണ് ഷെയ്ഖുകൾ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള മാനസികമായ വിഷമത ഉണ്ട്, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, എൻ്റെ അല്ല. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് കാര്യകാരണ സഹിതം തെളിയിക്കാൻ ഇഷ്ടം പോലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മലയാളത്തിൻ്റെ ഭാഷയുണ്ട്, സർപ്പക്കാവിൽ കയറി കാർക്കിച്ചു എന്ന് പറയുന്നു. സർപ്പക്കാവിൽ കയറി കാർക്കിച്ചു കഴിഞ്ഞാൽ അവിടെ തുപ്പാനൊക്കത്തില്ല, തുപ്പിക്കഴിഞ്ഞാൽ കാവശുദ്ധമാകും. ഞാൻ വിഴുങ്ങാനൊക്കത്തില്ല, വിഴുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അശുദ്ധമാണ്, അശുദ്ധമായി ഇരിക്കുക, സർപ്പക്കാവിൽ നിൽക്കാനൊക്കില്ല എന്നത് പറഞ്ഞതുപോലെ
ചില സംവിധാനങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്, ഇസ്ലാം മതം സമാധാനത്തിൻ്റെ മതമാണ് എന്നാണ് അടുത്ത വാദം. എവിടെയാണ് സമാധാനം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരെ കാണുന്ന ഇടത്ത് വെച്ച് കൊന്നുകളയണമെന്നും അവരുടെ വഴികളിൽ പതിയിരുന്നവരെ കൊല്ലണമെന്നും പഠിപ്പിക്കുന്നതായ മതം, അതായത് ഖുർആന്റെ ആധികാരികത അതിനകത്ത് ഒരു വാക്ക് മാറ്റാനോ മറിക്കാനോ ഒന്നും അധികാരമില്ല. അങ്ങനെയുള്ള ഒരു മതം, അങ്ങനെയുള്ള ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മതം, ആ മതം പറയുകയാണ് ഞങ്ങളുടെ മതം സമാധാനത്തിന്. എവിടെയാ സമാധാനം? നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ പേര് ഓക്കെ അബ്ദുൽ ഖാദർ, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര് രാജപ്പൻ, അവൻ ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. അവൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയോ അല്ലെങ്കിൽ ഗണപതിയെയോ ദേവിമാരെയോ ഒക്കെ അവൻ ആരാധിക്കുന്നവനാണ്. അവൻ ബഹുദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് അവനെ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയണം, അല്ലെ പതിയിരുന്ന് അവനെ കൊന്നുകളയണമെന്ന് ആഘോഷിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നതായ മതം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറഞ്ഞാൽ അത് കുടിക്കാൻ ഇറക്കാനും മാത്രമുള്ള വിഡ്ഢിത്തമുള്ള ആൾക്കാരാണ് ശ്രദ്ധിക്കുന്നെങ്കിൽ ആയിക്കോളൂ, എനിക്ക് വിരോധമില്ല. അപ്പം ഇത് സമാധാനത്തിൻ്റെ മതമല്ല. എന്നാൽ മുഹമ്മദ് മുതൽ മുമ്പ് ഇങ്ങോട്ട് ചെയ്തിരിക്കുന്നത് അള്ളാഹു അക്ബർ, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മറ്റുള്ള ദൈവങ്ങളെല്ലാം വ്യാജമാണ്. മറ്റുള്ള ദൈവങ്ങൾ അപ്പോൾ ദൈവം ഉണ്ടെന്നുള്ള അവിടെ തന്നെ അന്വർത്ഥിക്കുന്നുണ്ട്. അന്ന് മുഹമ്മദ് ബുദ്ധിമാനായിരുന്നെങ്കിൽ ഇന്ന് മുഹമ്മദിനേക്കാൾ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന സാധാരണ ജനങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വാളിൻ്റെ മുനയിൽ നിർത്തി കൊണ്ടുവന്നതാണ് ഇസ്ലാം മതം. ഇസ്ലാം മതം ഉണ്ടായതിനെക്കുറിച്ച് ഇഷ്ടം പോലെ എന്താ പറയുക വിമർശനങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആവശ്യക്കാർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് വേണേൽ അയച്ചു തരാം. പ്രഗത്ഭരായ ആൾക്കാർ, ഇസ്ലാമിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് വന്ന പ്രഗത്ഭരായ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ ചുമ്മാ പറയല്ല, കാര്യകാരണ സഹിതം അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാമാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് എടുത്ത് അന്വർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ഇതാണ് ഈ മതം, ഇതാണ് ഇതിൻ്റെ യുക്തി എന്ന്. അവിടെയും പ്രശ്നം എന്താണ്? സ്ത്രീ, പെണ്ണ്, അവൾ അവിടെയും രണ്ടാം തരക്കാരത്തിയാണ്. എന്തിന്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഒരാളെന്നോട് ഒരു സുഹൃത്ത് എനിക്കൊരു ക്വസ്റ്റ്യൻ എഴുതി ചോദിച്ചു, അതെന്താ പിന്നെ ക്രിസ്ത്യൻ ബൈബിളും ഇതുകൂടെ തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചു. ക്രിസ്ത്യൻ ബൈബിളിൽ എന്ന് ചോദിച്ചാൽ ക്രിസ്തു മതം ഉണ്ടായി, ക്രിസ്തു മരിച്ചു, ഏതാണ്ട് 360 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക്, അതായത് മുഹമ്മദിനോ ഖുർആൻ എഴുതിയ വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ രക്ഷയില്ലാതെ വന്നപ്പോൾ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ 3 സംഗതികൾ, പഴയ നിയമം തോറ, സങ്കീർത്തൻ, സുവിശേഷങ്ങൾ, ഇതെല്ലാം ആഡ് ചെയ്യേണ്ടി വന്ന്. എന്നാൽ പിന്നെ വേറൊരു പ്രശ്നമാണ്, ബാക്കിയുള്ള ഹിന്ദുക്കളെ പോലെ ഇവർക്ക് തനതായിട്ട് എന്തുകൊണ്ട് ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു തിയോളജി ഉണ്ടാക്കിക്കൂടാ? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് അന്ന് അവിടെ നിലനിന്നിരുന്നതായ തത്വസംഹിതകളെയും മതസംഹിതകളെയും നിന്നിരുന്നതായ യഹൂദ മതത്തെയും ക്രിസ്തീയ മതത്തിലുള്ള അവരുടെ ഗ്രന്ഥങ്ങളാണിത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ കൂട്ടുപിടിച്ച് അതിനെ കൂടി നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പം അത്ര ചക്കിയല്ല. ഒരു വീട്ടിലെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. എളുപ്പം ഞാനൊരു കഥ പറഞ്ഞെങ്കിൽ തീർക്കാം. ആ പൂച്ചയ്ക്ക് 2 യജമാനന്മാരാണ്. ഒന്നൊരു യജമാനും യജമാനത്തി. യജമാനത്തി ഈ പൂച്ചയെ വിളിക്കും, എടാ കണ്ട ഇനി വന്നേടാന്ന് വിളിക്കും. യജമാനൻ വിളിക്കും, എടി ചക്കിയമ്മേ ഇനി വന്നേന്ന് വിളിക്കും. ആ വീട്ടിൽ വേലക്കാരിക്കുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും മത്സരമാണ് ഈ പൂച്ചയുടെ കേരളത്തിൽ. എന്താണ് അവസാനം? വേലക്കാരത്തെ വിളിച്ചു, എടി ജാനകി ഇനി വന്നേ. അപ്പോൾ അച്ചായനുണ്ട്, കൊച്ചമ്മയുണ്ട്, 2 പേരുണ്ട്. എടി ഈ പൂച്ച ചക്കിയാണോ കടനാണോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു, ഈ പൂച്ച ചക്കിയാണെന്ന് പറഞ്ഞാൽ കൊച്ചമ്മ എന്നെ ഇവിടെ ഇട്ട് പൊരിക്കും. പൂച്ച കണ്ടനാന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ജോലി ഉണ്ടാവില്ല, അച്ചായൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നതായ ജാനകി ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. ഈ പൂച്ചയെ പിടിച്ചതിൻ്റെ വാലെ പിടിച്ച് പൊക്കിയിട്ട് പുറയിലൊന്ന് ഊതി വെച്ച് കൊച്ചമ്മയോട് അച്ചായോട് പറഞ്ഞു, കൊച്ചമ്മയെ അച്ചായ നമ്മുടെ പൂച്ച അത്ര ചക്കിയല്ല, അത്ര കണ്ടനുമല്ല എന്ന് പറഞ്ഞു. അതേ അനുഭവമാണ് മുഹമ്മദിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിന് ബൈബിളിൽ നിന്നും ഈ പുസ്തകം പകർത്തിയെടുത്തു. ചക്കിയും കണ്ടനുമില്ലാത്ത ഒരവസ്ഥ അവിടെ ദൃഢീകരിക്കുകയും അവിടെ അന്വേഷിക്കുകയും ചെയ്യുന്നത് അയാളുടെ ആവശ്യമായിരുന്നു. വാൾ മുന്നിൽ ഉയർത്തിയതാണിത്.
നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലോ IS എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ച്. എന്താണ് അവരുടെ ലക്ഷ്യം? ലോകം മുഴുവൻ ഇസ്ലാമിക മതസംഹിതയിൽ കൊണ്ടുവരുവാൻ അവർ വെച്ചതാണ്. ഇവിടെ ഇപ്പോൾ വളരെ രസകരമായ ഒരു വിവാദം നടക്കുകയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, എൻ്റെ ഭാര്യ വീട് നിലമ്പൂരായിരുന്നു. ഞാൻ നിലമ്പൂർ കോവിലകത്തിനടുത്താണ് താമസിച്ചത്. നിലമ്പൂർ കോവിലകത്തിൻ്റെ മതിൽ ഗേറ്റ് അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ മുകളിൽ ഇന്നും രക്തക്കര ഉറങ്ങാതെ കിടപ്പുണ്ട്. അന്ന് നടന്നതായ 1971 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നടന്നതായ ആ കലാപത്തിൻ്റെ എന്തായിരുന്നു വാര്യംകുന്ന് ഹാജിയുടെ ലക്ഷ്യം? എന്തായിരുന്നു അയാളുടെ? ജനങ്ങളെ വാൾമുനയിൽ മതപരിവർത്തനം നടത്താൻ കൊണ്ടുവന്നതായ വ്യക്തിയെ വെള്ളപൂശി കാണിച്ച് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് മുദ്രകുത്തി കാണിച്ച് ജനങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കുവാൻ കൊണ്ടുവന്ന ഒരു സംഭവമാണ് വാര്യംകുന്ന് ഹാജി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പഠിക്കുമ്പോഴും അറിയാവുന്ന പല പല പഴയ ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പ്രായമുള്ള ഒരു ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീടിനടുത്ത്. എൻ്റെ സാറിനറിയോ ഇവിടെ? അപ്പോൾ ഒത്തിരി പ്രായമുണ്ട്, ഒരു 10-90 വയസ്സ് പ്രായമുണ്ട്. അവർ പറയുമായിരുന്നു, എന്താ ഇവിടെ നടന്നു സാറേ, പറയാൻ വിഷമോ അന്നത്തെ സമയം. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കുഞ്ഞുങ്ങളെ കയ്യിലും കാലിലും പിടിച്ച് ഓടിയ സമയങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഒരു വൃത്തികെട്ട, അങ്ങനെ ഒരു നീചമായ കുടിലമായ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സമാധാന മതത്തിൻ്റെ ദൂതനാണെന്ന് പറയുമ്പോഴല്ലോ ഉൾക്കൊള്ളാൻ തക്കതായ വിഡ്ഢിത്തം വിഷ്ണുവിനില്ല. ഞാൻ അംഗീകരിക്കുന്നുമില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് യഥാർത്ഥ ചരിത്രം ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ. ഇസ്ലാം മതത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് 2ാം തരം പൗരത്വം മാത്രമുള്ളതാണ്. സ്ത്രീക്ക് ഉള്ള വോട്ടവകാശത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു. സ്ത്രീക്ക് പുരുഷന്മാരുടെ മേലുള്ള അധികാര ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീയുടെ മേൽ പുരുഷനുള്ള അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീയെ ശിക്ഷിക്കാനും ശാസിക്കാനുമുള്ള അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെപ്പോലെ ഒരു പുരുഷനാണ് കൂടെ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പങ്കാളി ഒരു പുരുഷനാണെന്നിരിക്കട്ടെ, സങ്കല്പിക്കുക. ഞാൻ ഹോമോസെക്ച്വാലിറ്റിയിലേക്കല്ല വരുന്നത്. അയാളുടെ എനിക്ക് നിങ്ങൾ നടത്തുമോ ഇങ്ങനെയുള്ളൊരു സംഭവം? നടത്തത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈംഗിക ചേഷ്ടകൾക്ക് ചൂഷണത്തിന് വിധേയപ്പെടുത്താൻ പറ്റിയ നിങ്ങൾക്ക് വേണ്ടത് ഒരു പുരുഷനെയല്ല, ഒരു സ്ത്രീയെയാണ്. അതുകൊണ്ട് സ്ത്രീയെ വിളനിലമാക്കി പറഞ്ഞത്. ഇവിടുത്തെ പല മാന്യവരും നാണമില്ലാതെ ഇത് സ്റ്റേജിൽ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ത്രീയെ മാനിക്കുന്നു, നിങ്ങൾ മാനിക്കില്ല, നിങ്ങൾ സ്ത്രീകളെ അപമാനിക്കുന്നവരാണെന്ന് പറയാൻ എനിക്ക് അല്പം പോലും ലജ്ജയില്ല. നിങ്ങളുടെ മതം, ഇസ്ലാം മതം, സമാധാനത്തിൻ്റെ മതമെന്ന് പറയരുത്. അത് രൗദ്രത്തിൻ്റെ മതമാണ്, അത് പകപോക്കലിൻ്റെ മതമാണ്, അത് വാൾമുനയിൽ നിലനിർത്താനുള്ള മതമാണ്. അതിനകത്ത് യാതൊരുവിധ സമാനതകളും സമാധാനത്തിനോ സന്തോഷത്തിനോ ഐക്യത്തിനോ ഇല്ല. മറിച്ച് നിങ്ങളുടെ മാത്രം ഫിലോസഫി ആൻഡ് തിയോളജി, നിങ്ങളുടെ തത്വശാസ്ത്രവും നിങ്ങളുടെ ദൈവീക തത്വശാസ്ത്രവും നിവർത്തിക്കാട്ടാൻ നിങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ ഈ സംരംഭം ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് സ്ത്രീ പുരുഷനെ പോലെ തന്നെ തുല്യ ശക്തിയും തുല്യ നീതിക്കും ന്യായത്തിനും നിലനിൽപ്പിനും അർഹതയുള്ളതായ ഒരു പരിണാമജീവിയാണ് പുരുഷനെ പോലെ തന്നെ. അതിന് 1% പോലും പുരുഷനിൽ നിന്ന് താഴ്ന്നതല്ല, പുരുഷന് സമമാണ്. അത്രയും മനസ്സിലാക്കാനുള്ള മനസ്സ് ഉള്ളവരെ സ്ത്രീ പല രൂപത്തിലാണ്. അമ്മയാണ്, സഹോദരിയാണ്, കാമുകിയാണ്, ഭാര്യയാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട് ആ സ്ത്രീയോട് കാണിക്കേണ്ടതായ നീതി ന്യായവും മാനവികതയും ഉയർത്തിക്കാട്ടി അവരെ മനുഷ്യരായി കാണണമെന്ന് പറയുന്നു. ഞാൻ ഇതോടുകൂടി ഈ പങ്ക്തി കൂടി അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടതിന് വളരെ നന്ദിയുണ്ട്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ കാണുമ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി എൻ്റെ പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത പങ്ക്തി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഹിന്ദു മതത്തിലെ ആവശ്യങ്ങളും അതിൽ സ്ത്രീയെ എങ്ങനെ കാണുന്നു, എന്തായി കാണുന്നു, എന്താണ് സ്ത്രീയുടെ നിലനിൽപ്പ് എന്നുള്ളത് അടുത്ത പങ്ക്തിയിൽ ഞാൻ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
2-3 പന്തികളായിട്ടായിരിക്കും അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്. എന്നെ നിങ്ങൾ കേട്ടതിന് വളരെ നന്ദി. വിഷ്ണുപുത്രിക്ക് വേണ്ടി ലോജിക് മൈൻഡ് നടത്തുന്നതായ പരിപാടിയിൽ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിഷ്ണു മായൻ.